ഇമ്മ്യൂണിവില്യ കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെഡ്സെറ്റ് വിശേഷവുമായിട്ടാണ് ഇന്ന് ഇമ്മ്യൂണിവില്യ കമ്പ്യൂട്ടിംഗ് വന്നിട്ടുള്ളത്. ഇത് സാംസങ്ങിന്റെ ഒരു സാധാരണ ഹെഡ്സെറ്റാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, ചില ഹെഡ്സെറ്റുകളുടെ ഒരു വള്ളി വളരെ വലുതായിരിക്കും, കണ്ടില്ലേ? മറ്റേതിനെ അപേക്ഷിച്ച് നോക്കും മറ്റേത് കുറച്ച് വലുത്. എന്തിനാണ് ഇങ്ങനെ വലുതാക്കി ഇടുന്നത് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും കമ്പനി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഈ വലുത് കാണുന്നത് നമുക്കിതിൽ നോക്കിയാൽ അറിയാം, ഇടത്തെ ചെവിയിൽ വെക്കുന്ന ഇതാണ്. ഇത് വലത്തെ സൈഡിലും. അപ്പം ഞാനിത് ആദ്യം ഇത് വലത്തെ സൈഡിലേക്ക് വെക്കുകയാണ്. അപ്പം സാധാരണ രണ്ടും ഒരേ വലുപ്പമുള്ള ഹെഡ്സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് വെക്കാറ്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കുമ്പിടുമ്പോഴും അല്ലെങ്കിൽ തല തിരിക്കുമ്പോഴൊക്കെ ഈ സാധനം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നമ്മളാണ് വെയിറ്റ് തൂങ്ങി കിടക്കുന്നത്. ഇത് ചാടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. എന്നാൽ ഇത് ഇടേണ്ടത് ഇങ്ങനെയല്ല, മറിച്ച് ഇത് ഇതിൻ്റെ പുറകിലൂടെയാണ് ഇടുക. ഇതിൻ്റെ പുറകിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടി ഹാൻഡിയാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കുമ്പിട്ട് കഴിഞ്ഞാലും ഇതിങ്ങനെ കിടന്നോളും. ഇപ്പം മൊബൈൽ കണക്റ്റഡ് അല്ലെങ്കിലും ഇത് മര്യാദക്ക് ഇങ്ങനെ കിടന്നോളും. നമ്മുടെ കഴുത്തിലാണ് ഇതിൻ്റെ ബാലൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീഴാണ്ട് നമുക്കിങ്ങനെ കഴുത്ത് തിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമുക്കൊരു തടസ്സമായിട്ട് ഒരാളുടെ ഹാൻഡിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനാണ് ഈ ഒരു മോഡൽ ഹെഡ്സെറ്റ് ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ മൈക്ക് അടുത്ത് പിടിക്കേണ്ട കാര്യമില്ല. മൈക്ക് നമ്മുടെ വായുടെ അടുത്താണ് ഏകദേശം വരുന്നത്. അതും ഇതിൻ്റെ അഡ്വാൻറ്റേജാണ്. മറ്റേ തൊഴിൽ കിടക്കുമ്പോൾ സെൻട്രലായിട്ട് ഏകദേശം വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇത് ഹാൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഈ ഒരു സാധനം വലുതായി കിടക്കുന്നത്. അങ്ങനെ വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് കഴുത്തിൻ്റെ പുറകിലൂടെ എടുത്തിട്ട് ഇടത്തെ ചെവിയിൽ ഇത് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചുരുട്ടി മടക്കി പോക്കറ്റിലിടും. എവിടെയെങ്കിലും പോയി അത്യാവശ്യം തുറന്നുമ്പോൾ ഒരു 500 കെട്ടുണ്ടാവും. അത് ഇടുന്ന അഴിക്കലാണ് ഏറ്റവും വലിയ ആദ്യത്തെ പരിപാടി. ഇത് ഒഴിവാക്കാൻ വേണ്ടി സിമ്പിളായിട്ടൊരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കെട്ടും എടുക്കാണ്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ കെട്ടാം എന്നാണ് അടുത്തായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കയറൊക്കെ കിട്ടുന്നത് പോലെ കയർ ചുറ്റി വെക്കില്ലേ എന്ന പോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് സാധാരണ കയർ ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റുക. ഈ ബഡ്സ് ഇവിടെ എത്തുന്നവരെ ചുറ്റുക. അതിനുശേഷം കൈ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വട്ടം കിട്ടും. ഇതിനൊന്ന് അമർത്തിയിട്ട് ഇനി ബാക്കി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ബാക്കി നീണ്ട ഈ ഭാഗത്തിനെ കൊണ്ട് ഹെഡ്സെറ്റിന് ഇങ്ങനെ വരിഞ്ഞ് ചുറ്റുക. ഇപ്പോൾ 2 ബഡ്സ് ഒരുമിച്ചായി. ഇവിടെ നമ്മൾ കെട്ടി. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഇവിടെ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഈ 2 ബഡ്സും കയറ്റി വിടുക. ഇനി ഇതിപ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡ് സാധനമായി. ഇതിനി പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലും കുറേ നേരം കഴിഞ്ഞാലും എന്ത് ചെയ്യും, അതങ്ങനെ തന്നെ കിടന്നോളും. ഇത് പിന്നെ കെട്ട് വേണമില്ല, ഓൾറെഡി കെട്ടിയിട്ടാണ് കിടക്കുന്നത്. ഇനി ഇത് അഴിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇട്ട ആ ബഡ്സിന് തിരിച്ച് പുറത്തേക്ക് എടുക്കുക. ചുമ്മാ ഈ 2 ബഡ്സിൻ്റെ അറ്റത്തും പിടിച്ചിട്ട് ഒന്നും കൂടി വലിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് പഴയ രൂപത്തിൽ ആയിക്കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കെട്ടും കുടുങ്ങാതെ തന്നെ ഈ ഹെഡ്സെറ്റിനെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയം ഇനി കളയേണ്ടതില്ല. അപ്പോൾ ഇനി ഹെഡ്സെറ്റ് കെട്ടുകുടുങ്ങാതെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ പുറകിലൂടെ ഇടുന്നതിൻ്റെ ഒരു ഉപകാരവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.